മൈസൂരിൽ നിന്ന് നമ്മൾ കുട്ട വഴി വയനാട്ടിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും. ചുറ്റും വൻപയർ കൃഷിത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ റോഡ് സൈഡിൽ വൻപയർ ഉണക്കുന്നൊരു ഫാമിലിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഫോറസ്റ്റ് ഏരിയ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് കഴിഞ്ഞ് വയനാട്ടിലെത്തണം ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇടയിലൊരു ഹോട്ടൽ കയറി ഭക്ഷണവും കഴിച്ചിട്ട് മുന്നോട്ട് നീങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് നിബിഡമായിട്ടുള്ള വനമാണ്, വന്യജീവികളുടെ നല്ല സാന്നിധ്യമുള്ള സ്ഥലം. ഞങ്ങളുടെ മുന്നിൽ ഒരു മാൻ വന്ന് വിട്ടു. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ റോഡിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ്. എതിരെ വരുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ബൈക്കായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലാതെ അതിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. മൈസൂർ മാനന്തവാടി യാത്രകൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള റൂട്ടാണ് കേട്ടോ ഈ കുട്ട കാട്ടിക്കുളം വഴിയുള്ള മാനന്തവാടി റൂട്ട്. മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും നൽകുന്നത്. കൃഷിത്തോട്ടങ്ങളും വന്യമാർന്ന കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു യാത്ര. ഇവിടുന്ന് അങ്ങോട്ട് കേരളത്തിൻ്റെ വനമേഖല ആരംഭിക്കുകയാണ്. വയനാട് ജില്ലയിലേക്ക് നമ്മൾ പതിയെ കയറുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം സർപ്രൈസായിട്ട് ഞങ്ങൾ ഇന്ന് എൻ്റെ വൈഫ് ഹൗസിലേക്ക് ചെല്ലുകയാണ്. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചെല്ലുന്ന കാര്യം. ഞങ്ങളെ കണ്ടതും അവരാകെ ഞെട്ടിപ്പോയി. മാനന്തവാടിയിൽ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയത് ടീ പോട്ട് എന്ന് പറയുന്ന ഒരു മനോഹരമായ റെസ്റ്റോറൻറ്റിലാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ഫുഡ് കോർണറാണ് കേട്ടോ ഈ ടീ പോട്ട്. അറബിക് ഡിഷസിൻ്റെയും ചൈനീസിൻ്റെയും സൗത്ത് ഇന്ത്യൻ്റെയും ഒക്കെ രുചികരമായിട്ടുള്ള ഒരു കലവറ തന്നെയാണ് ഈ ടീ പോട്ട്. ഞങ്ങൾ കഴിച്ച ഫുഡ് എല്ലാം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിച്ച് നേരെ തിരികെ വീട്ടിലേക്കാണ്. നാളെ രാവിലെ വയനാടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി.